ഇപ്പോഴും അന്തിച്ച് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് തീർത്ത. മാധവ് എന്തിനാണ് തന്നോട് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. തൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് തോന്നിയോ? തീർത്ത പരവേശത്തോടെ മുഖം താഴ്ത്തി. എന്താവും മാധവേട്ടൻ അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്? തൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ആവോ? അങ്ങനെ തോന്നിയെങ്കിൽ എന്തു നാണക്കേടാണ്. അടുക്കളയിൽ യാന്ത്രികമായി ഓരോ പണികൾ ചെയ്യുമ്പോഴും തീർത്ഥയുടെ മനസ്സിൽ മുഴുവൻ മാധവൻ്റെ ആ ചോദ്യമായിരുന്നു. ശരീരം ഇവിടെയുണ്ടെങ്കിലും അവളുടെ മനസ്സ് വേറെ എവിടെയോ ആണെന്ന് അവളുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ജാനകിക്ക് തോന്നി. എന്താ തീർത്ത? കാര്യമായ എന്തോ ആലോചനയിലാണല്ലോ. ചിറ്റയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഏയ്, അങ്ങനെയൊന്നുമില്ല, അവൾ വിക്കി വിക്കി പറഞ്ഞു. അത് വെറുതെ എന്തോ ഉണ്ട്. എന്തേ, മാധവ് വഴക്ക് പറഞ്ഞോ? അതോ ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? ജാനകി പുരികമുയർത്തിക്കൊണ്ട് സൗമ്യമായി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ചിറ്റേ, ഞാൻ ശിവയെക്കുറിച്ച് ആലോചിച്ചതാണ്. വായിൽ വന്നൊരു കള്ളം അവൾ പറഞ്ഞൊപ്പിച്ചു. ആ, സങ്കടപ്പെടാനൊന്നുമില്ല. ഇവിടെ നിൽക്കുന്നതിൽ നല്ലത് ആ കുഞ്ഞെങ്കിലും അവിടെ സമാധാനമായി നിന്നോട്ടെ. എന്തോ ഓർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് ജാനകി പറഞ്ഞു. ചിറ്റ താൻ പറഞ്ഞത് വിശ്വസിച്ചതിലുള്ള ആശ്വാസത്തിൽ അവളൊന്നു മൂളി. രാത്രി അത്താഴം കഴിക്കാനായി മാധവ് വന്നപ്പോൾ മനഃപൂർവ്വം തീർത്ത ഡൈനിങ് ഹാളിൽ നിന്നും മാറി നിന്നു. മാധവനും അത് ആശ്വാസമായിരുന്നു. അറിയാതെയാണെങ്കിലും തൻ്റെ വായിൽ നിന്നും വീണുപോയ ആ ചോദ്യം അത്ര സഭ്യമല്ലായിരുന്നു എന്ന് അവനറിയാമായിരുന്നു. തീർത്ത എവിടെ? എല്ലാവരും കഴിക്കാനിരുന്നിട്ടും ഊണുമുറിയിലേക്ക് അവളെ കാണാതായപ്പോൾ അച്ചമ്മ ചോദിച്ചു. അവളെ കാണാതെ തള്ളയ്ക്ക് ചോറിറങ്ങില്ലായിരിക്കും. പാർവതി അരിശത്തോടെ പിറുപിറുത്തു. അത് കേട്ട് മഹേശ്വർ അവളെ രൂക്ഷമായി നോക്കി. പാർവതി ചുണ്ടുകൂട്ടിക്കൊണ്ട് മുഖം വെട്ടിച്ചു. തീർത്ത അടുക്കളയിലുണ്ട്. മീൻകറിയുടെ പാത്രം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ജാനകി പറഞ്ഞു. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് എന്ത് പണി? ആ കുട്ടിയോട് വന്നിരിക്കാൻ പറയൂ. അച്ചമ്മ തെല്ലു ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ വിളിക്കാം. ജാനകി അടുക്കളയിലേക്ക് നടന്നു. നിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കാൻ വരാതിരിക്കുമ്പോൾ ഒന്ന് വിളിക്കേണ്ടതല്ലേ കണ്ണാ? അതല്ലേ മര്യാദ? തനിക്കരികിൽ ഇരിക്കുന്ന മാധവനെ നോക്കിക്കൊണ്ട് അച്ചമ്മ ചോദിച്ചു. ഞാൻ കരുതി വരുമെന്ന്. അച്ചമ്മയ്ക്ക് മുഖം കൊടുക്കാതെ അവൻ പറഞ്ഞു. അപ്പോഴേക്കും ചിറ്റിയുടെ പിറകെ തീർത്ത ഊണുമുറിയിലേക്കെത്തി. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം. പണിയെല്ലാം പിന്നെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് നിന്റെ വീടാണ്. അതെന്താ ചെയ്യാത്തത് എന്ന് ആരും നിന്നോട് ചോദിക്കില്ല. അച്ചമ്മ അവസാനത്തെ വാചകത്തിനൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് പാർവതിയെ നോക്കി. അത് കണ്ട് പാർവതി ദേഷ്യത്താൽ പല്ലിറുമി. തീർത്ത തലയാട്ടി. അവിടെ ഇരിക്കെ. മാധവൻ്റെ അപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞപ്പോൾ തീർത്ത പതിയെ ആ കസേരയിൽ വന്നിരുന്നു. അപ്പോഴെല്ലാം മാധവനെ നോക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ഏട്ടത്തി ആദ്യം ഇരുന്നാൽ പിന്നെ ആരാ ചോറ് വിളമ്പുന്നത്? ഫോണിൽ നിന്നും മിഴികൾ ഉയർത്തിക്കൊണ്ട് ചിന്നു എല്ലാവരെയും നോക്കി. എല്ലാവർക്കും കയ്യും കാലും ഒക്കെയില്ലേ? ഒരാൾ വിളമ്പി തന്നാലേ കഴിക്കൂ എന്നുള്ളവർ കഴിക്കണമെന്നില്ല. ആവശ്യമുള്ളവർ സ്വയം വിളമ്പി കഴിക്ക്. അച്ചമ്മയുടെ മറുപടിയിൽ ചിന്നു ചൂളിപ്പോയി. അവൾ മുഖം കയറ്റിപ്പിടിച്ചുകൊണ്ട് തീർത്തയെ നോക്കി. ഇനി ഇതിൻ്റെ പഴിയും താൻ കേൾക്കേണ്ടി വരുമല്ലോ എന്ന ഭയത്തിലായിരുന്നു അവൾ. ചുണ്ടിനടിയിലിട്ട് എന്തോ പറഞ്ഞുകൊണ്ട് പാർവതി എഴുന്നേറ്റ് മഹേശ്വറിന് ചോറും കറികളും വിളമ്പി. അതിനുശേഷം അവളുടെ പ്ലേറ്റിലേക്കും വിളമ്പി. ജാനകി ചിന്നുവിന് ഭക്ഷണം വിളമ്പിക്കൊണ്ട് കഴിക്കാനിരുന്നു. തീർത്ത മാധവന് ഭക്ഷണം വിളമ്പാൻ എഴുന്നേറ്റപ്പോഴേക്കും അവൻ സ്വയം വിളമ്പി. അത് കണ്ട് തീർത്തയുടെ മുഖം മങ്ങിയപ്പോൾ പാർവതിയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. സ്വന്തം പാത്രത്തിലേക്ക് പേരിന് ഒരൽപ്പം ഭക്ഷണം വിളമ്പിക്കൊണ്ട് അവൾ കഴിച്ചെന്ന് വരുത്തി. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻ എത്തിയത്. ഇഷ്ടപ്പെട്ട കറികളായതുകൊണ്ട് ഡ്രസ്സ് പോലും മാറാതെ അയാൾ കൈ കഴുകി കഴിക്കാനിരുന്നു. അയാൾക്ക് വിളമ്പിക്കൊടുക്കാനായി കഴിച്ചുകൊണ്ടിരുന്ന ജാനകി എഴുന്നേൽക്കാൻ തുനിഞ്ഞെങ്കിലും അച്ചമ്മ അവരോട് അവിടെ തന്നെ ഇരിക്കാനും മോഹനോട് സ്വന്തമായി ഭക്ഷണം വിളമ്പിക്കഴിക്കാനും പറഞ്ഞു. അയാളത് അനുസരിക്കുകയും ചെയ്തു. നാളെ 2 പണിക്കാരെ വിളിക്കണം. തൊടിയും തോട്ടവുമൊക്കെ ഒത്തും വൃത്തിയാക്കണം. പിന്നെ ഓമനയോടും സൗദാമിനിയോടും വരാൻ പറയണം. അകത്തെ കാര്യങ്ങളും ഒന്ന് ഒരുക്കണം. തൃക്കാർത്തികയല്ലേ വരുന്ന വ്യാഴാഴ്ച. കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാനായി നീ ശങ്കരാടിയോട് വരാൻ പറയണം. അച്ചമ്മ മോഹനെ നോക്കി. അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്നതിനിടയിൽ മോഹൻ പറഞ്ഞു. പിന്നെ ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വഴിപാട് കഴിപ്പിക്കണം. കല്യാണം കഴിഞ്ഞുള്ള ആദ്യ തൃക്കാർത്തികയല്ലേ. അച്ചമ്മ തലചിരിച്ച് മാധവനെയും തീർത്തയെയും നോക്കി. 2 പേരും അച്ചമ്മയെ നോക്കി ചിരിച്ചെങ്കിലും ആ ചിരിക്ക് അത്ര തെളിച്ചം പോരായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി മാധവ് വേഗം എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് നടന്നു. ഷോ, അവളെ ഇനി എങ്ങനെ ഫേസ് ചെയ്യും? താൻ അത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണെന്ന് അവൾ കരുതി കാണുമോ? മാധവന് വല്ലാത്ത ടെൻഷൻ തോന്നി. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു.
കൂട്ടിലിട്ട വിരികിനെ പോലെ അവൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തീർത്തയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അടുക്കളയിലെ പണികൾ തീർന്നിട്ടും അവൾക്ക് റൂമിലേക്ക് പോകാൻ മടി തോന്നി. ഓരോന്നും തൊട്ടും പിടിച്ചും അവൾ അടുക്കളയിൽ തന്നെ നിൽക്കുന്നത് കണ്ട് ജാനകി അവളുടെ അടുത്തേക്ക് വന്നു. റൂമിലേക്ക് പോകുന്നില്ലേ, അതോ അടുക്കളയിൽ തന്നെയാണോ കിടക്കുന്നത്? ജാനകി കളിയാക്കി അവളോട് ചോദിച്ചു. ഞാൻ പോവാ. ഇനിയും ഇവിടെ നിന്ന് ചിറ്റിയോട് കാര്യങ്ങൾ പറയേണ്ടി വരുമെന്നോർത്ത് തീർത്ത വേഗം തന്നെ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് നടന്നു. അതിന് പിറകെ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ജാനകിയും വന്നു. ഹാളിലേക്കെത്തിയ തീർത്ത നഖം കടിച്ചുകൊണ്ട് കുറച്ചുനേരം അവിടെ നിന്നു. ഇതെന്ത് പറ്റി? റൂമിലേക്ക് പോകാൻ മടിക്കുന്നത് പോലെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് അവൾക്കടുത്തെത്തിയ ജാനകി ചോദിച്ചു. ഏയ്, അവൾ വെപ്രാളത്തിൽ തല വെട്ടിച്ചു. പിന്നെന്താ സമയം 11 റൂമിലേക്ക് പോകാത്തത്? ജാനകി സംശയത്തോടെ അവളെ നോക്കി. അല്ല, നാളത്തേക്ക് കടല വെള്ളത്തിലിടണോ എന്ന് ആലോചിച്ചതാണ്. വായിൽ വന്നൊരു കള്ളം അവൾ പറഞ്ഞൊപ്പിച്ചു. അതിന് നാളെ ഗ്രീൻ പീസ് അല്ലേ കറി വയ്ക്കുന്നത്? അത് ഞാൻ വെള്ളത്തിലിട്ടു, ജാനകി പറഞ്ഞു. ആണോ? ആ. ഇനിയും ഇവിടെ നിന്നാൽ ചിറ്റിക്ക് സംശയം തോന്നുമെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ പതിയെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. റൂമിന് മുൻപിൽ എത്തിയപ്പോൾ ചാരിയിട്ട വാതിലിന് മുൻപിൽ മടിയോടെ അവൾ നിന്നു. ഈശ്വരാ, ഇതെന്ത് പരീക്ഷണമാണ്! ഒരു സമയത്തും ഒരു സമാധാനവുമില്ലല്ലോ. അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. പിന്നെ എത്ര കാലം ഇങ്ങനെ മാറി നടക്കും? വരുന്നത് വരട്ടെ എന്ന് കരുതി മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. തീർത്ത റൂമിലേക്ക് കയറുമ്പോൾ പതിവിന് വിപരീതമായി മാധവ് കിടന്നു കഴിഞ്ഞിരുന്നു. മലർന്നാണ് കിടക്കുന്നതെങ്കിലും കൈ മുഖത്ത് വെച്ചിട്ടുണ്ട്. ആ കിടപ്പ് തന്നെ അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതെന്തായാലും നന്നായി. ആശ്വാസത്തോടെ നിശ്വസിച്ചുകൊണ്ട് അവൾ മേല് കഴുകാനായി ശബ്ദമുണ്ടാകാതെ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും ഉടുപ്പെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ഡു യു വാണ്ട് ടു ഹാവ് സെക്സ്? ബാത്റൂമിലെ കണ്ണാടിക്ക് മുൻപിൽ പൂർണ്ണ നഗ്നയായി നിന്നുകൊണ്ട് മാധവ് തന്നോട് ചോദിച്ച ചോദ്യം അവൾ സ്വയം ചോദിച്ചു. ഇത്തവണ ആ ചോദ്യം അവൾക്ക് സങ്കോചമല്ല, പകരം ചെറുനാണമാണ് സൃഷ്ടിച്ചത്. അതെ, എൻ്റെ ശരീരവും മനസ്സും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. പക്ഷേ നിങ്ങൾ... ആ ചോദ്യം മാധവേട്ടൻ ചോദിക്കുമ്പോൾ ആ മുഖത്ത് തന്നോടുള്ള പ്രണയമോ ഒന്നാകാനുള്ള ആഗ്രഹമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. പകരം ദേഷ്യമായിരുന്നു. എന്തിനാണെന്ന് അറിയാത്ത ദേഷ്യം. തീർത്തയുടെ മുഖം മങ്ങി. അവളുടെ നെടുവീർപ്പേറ്റ് കണ്ണാടി മെല്ലെ മങ്ങി. അതിൽ അവളുടെ രൂപവും അവ്യക്തമായി.